ഹലോ നമസ്കാരം. മഴതോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് പറയാൻ പോകുന്നത്. അങ്ങനെ രോഹിത്തിനെയും ഹരിയെയും ഫ്രണ്ട്സിനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ മുൻപ് ഇതുപോലെയുള്ള എത്ര പെൺകുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുൻപ് ചെയ്ത കാര്യങ്ങളൊക്കെ രോഹിത്തും ഹരിയും ഒക്കെ സമ്മതിച്ചു പോവുകയാണ്. ഹരി സമ്മതിച്ചു പോവാണ്. മുൻപ് അലീനയോട് ചെയ്ത കാര്യമൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ ഈ ശരണ്യയെ തന്നെ മുൻപ് ഒരുപാട് തവണ ഇങ്ങനെ പീഡിപ്പിക്കാനൊക്കെ, അതായത് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ കുറേ പെൺകുട്ടികളെയൊക്കെ ഇതുപോലെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കാര്യമൊക്കെ എടുത്ത് പറയുകയാണ്. അത് കേട്ടിട്ട് പോലീസ് ആകെ ഷോക്കാവുകയാണ്. കാരണം വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയെ പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിൽ അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ SI ഒരു വനിതാ പോലീസിനെയും മറ്റു പോലീസുകാരെയൊക്കെ വിളിച്ചിട്ട് അലീനയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അതേസമയം അലീനയാണെങ്കിൽ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലാക്കി തിരിച്ച് വീട്ടിലേക്ക് തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ കുട്ടികൾ തനിച്ചാണ്. അത് കാരണം വീട്ടിൽ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. ഗോവർദ്ധൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീനയെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീന തിരിച്ച് വീട്ടിലേക്ക് എത്തിയ സമയത്ത് കൃഷ്ണ ആകെ ഭയന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചേച്ചി അച്ഛന് പറ്റിയത്? ഈ കേട്ടതൊക്കെ സത്യമാണോ? രോഹിത്തേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇനി നമ്മളെങ്ങനെ ജീവിക്കും? നമ്മളെങ്ങനെ പുറത്തിറങ്ങി നടക്കും? എല്ലാം നാട്ടുകാരും അറിഞ്ഞില്ലേ? ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് വാർത്ത എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ വിഷമിക്കല്ലേ മോളെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. എന്താണെങ്കിലും നമ്മളിതൊക്കെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ, ഇതൊക്കെ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ, നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബബിത അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം വെറും ഡ്രാമയാണ്, രോഹിത് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, നീ കേട്ടതല്ലേ പോലീസ് വന്ന് ചോദിച്ചപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നത്? രോഹിതേട്ടൻ പറഞ്ഞല്ലോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, ഹരിയും കൂട്ടുകാരെയും കണ്ടപ്പോൾ ഇവരെ എനിക്കറിയില്ല എന്നോ ഇവരുടെ കൂടെ അവിടെ പോയില്ല എന്നോ രോഹിത് പറഞ്ഞോ? ഇല്ലല്ലോ എന്നൊക്കെ അലീന പറയാട്ടോ. അപ്പോൾ ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, മുൻപ് ഇതുപോലെ അലീന ചേച്ചിയോടും അവരിങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചതല്ലേ, അന്ന് ചേച്ചിയുടെ മനക്കരുത്ത് കൊണ്ടല്ലേ ചേച്ചി രക്ഷപ്പെട്ടത്. പക്ഷേ ആ പെൺകുട്ടിക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അല്ലേ ചേച്ചി? എൻ്റെ പ്രായമല്ലേ ചേച്ചി ആ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. എൻ്റെ പ്രായമുള്ളൊരു പെൺകുട്ടിയോടല്ലേ ചേച്ചി അവരിങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ പൊട്ടിക്കരയുമ്പോൾ അലീന എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് അറിയാതെ ആകെ വിഷമിച്ച് പോവുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, കൃഷ്ണേ നീ വന്നേ, നമുക്ക് രോഹിത്തിൻ്റെ റൂമൊന്ന് നോക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ എടുത്ത് മാറ്റണം, പോലീസ് ഒരു പക്ഷേ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയും കൂട്ടിയിട്ട് റൂമിലൊക്കെ പോയി ക്ലീൻ ആക്കുന്നുണ്ട്. അവിടെ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് കുറച്ച് ഡ്രഗ്സും ഒരു സിറിഞ്ചും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയാണ്. അവൻ്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ആ സമയത്ത് ഗോവർദ്ധനൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഗോവർദ്ധനെ വിളിച്ച് ഈ സാധനങ്ങളൊക്കെ ഏൽപ്പിക്കണം, അങ്കിള് ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാം, കാരണം ഇതൊക്കെ ഒരു തെളിവാണ്, കൂടുതൽ തെളിവാണ്. കാരണം രോഹിത്തിനെ ഒരിക്കലും ഇതിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല, എന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്ക് അറിയത്തില്ല, രോഹിത് അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹരിയുടെ കൂട്ടാണ് അവനെ ഇങ്ങനെയൊക്കെ വഴി തെറ്റിച്ച് വിടുന്നത് എന്ന് പറയണം. അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് ഗോവർദ്ധനൻ. ആ സമയത്താണ് പോലീസ് വീണ്ടും വരുന്നത്. അപ്പോൾ എന്താ സാർ എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് രോഹിത്തിൻ്റെ റൂം പരിശോധിക്കണം എന്ന് പറയണം. അങ്ങനെ രോഹിത്തിൻ്റെ റൂം പരിശോധിച്ചിട്ട് അവിടെ മൊത്തം ക്ലീൻ ആക്കി വെച്ചതുപോലെ തോന്നുമ്പോൾ, ഇതെന്താ നീ ഇവിടെ ക്ലീൻ ആക്കിയോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും ചെയ്തില്ല, ആ റൂം അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയണം. ഞാൻ എന്നും ചെയ്യുന്നത് പോലെ രാവിലെ ക്ലീൻ ആക്കി അത്രയേ ഉള്ളൂ എന്ന് പറയണം. ഇവിടെ നിന്ന് നിനക്ക് വല്ലതും കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് സാർ ചോദിക്കുന്നത്, എനിക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ശരി, എന്നാൽ നീ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വാ എന്ന് പറയണം. എന്തിനാ സാർ ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണെന്ന് പറഞ്ഞാലേ നീ വരുള്ളൂ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ, സാർ ഇവിടെ ഞങ്ങൾ 3 പെൺകുട്ടികൾ മാത്രമാണ്, ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവർ 2 പേരും ഇവിടെ തനിച്ചാകും, അതുകൊണ്ട് എനിക്ക് ഇവരെ തനിച്ചാക്കി വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നേ പറ്റത്തുള്ളൂ, SI അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, നിന്നോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറയാണ്. എന്താ സാർ അത് ഇവിടെ നിന്ന് ചോദിച്ചാൽ പോരെ, ഞാൻ പറയാം, എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറയാം എന്ന് പറയുമ്പോൾ, എനിക്കല്ല ചോദിക്കാനുള്ളത് SIക്കാണ്, അങ്ങോട്ടേക്ക് ചെല്ലണം, CI വരും, DYSP വരും,
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാൽ ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഫോൺ ചെയ്യാനൊന്നും പറ്റത്തില്ല, ആരെയും വിളിക്കേണ്ട, ഞങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയണം. ആ സമയത്ത് അലീന കൃഷ്ണയോടും ബബിതയോടും പറയുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങരുത്, ആര് വന്നാലും വാതിൽ തുറക്കരുത്, ഞാൻ അല്ലെങ്കിൽ മനുവേട്ടൻ അല്ലെങ്കിൽ ഗോവർദ്ധൻ അങ്കിൾ അല്ലാതെ വേറെ ആര് വന്നാലും വാതിൽ തുറക്കരുത്, അറിയാലോ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ്, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ, നമ്മളുടെ വീടിനെ നേർക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനം, അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾ 2 പെൺകുട്ടികളും മാത്രമാണ് ഞാൻ സ്റ്റേഷനിലേക്ക് പോയി വരുന്നത് വരെ, അപ്പോൾ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് മനുവേട്ടനെ വിളിച്ച് വിവരം അറിയിക്കണം എന്ന് കൃഷ്ണയോടും പറയുന്നുണ്ട്. ബബിതയാണെങ്കിൽ ഇവളുടെ വർത്താനമൊക്കെ കേട്ടിട്ട് ഇത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബബിതയോട് അലീന പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്നൊന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് അലീന അവരുടെ കൂടെ പോവുകയാണ്. കൃഷ്ണയോട് വീണ്ടും വാതിലടച്ച് കുറ്റിയിടണം, മോള് വാതിൽ തുറക്കരുതിട്ടോ ആര് വന്നാലും എന്നൊക്കെ പറയുന്നുണ്ട്. ബബിതയോട് വീണ്ടും പറയുന്നുണ്ട്, ആരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തരുതിട്ടോ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബബിത ഒന്ന് ഷോക്കാവുകയാണ്. എന്താണെങ്കിലും അലീന അവരുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ബബിത ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ പറയാണ്, അവളാരാ നമ്മളോട് ആജ്ഞാപിക്കാൻ, നമ്മളുടെ വീട്ടിൽ വാതിലടച്ചിരിക്കണോ തുറന്നിട്ടിരിക്കണോ തീരുമാനിക്കുന്നത് നമ്മളല്ലേ, എന്തിനാണ് അവൾ പറയുന്നതൊക്കെ കേൾക്കാൻ പോകുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തൽക്കാലം അലീന ചേച്ചി പറയുന്നത് കേൾക്കുക തന്നെ വേണം, കാരണം ചേച്ചി നമുക്ക് ദോഷം വരുന്നത് ഒന്നുമല്ല പറയുന്നത്, പുറത്തെ അവസ്ഥയൊന്നും നമുക്കറിയത്തില്ല, ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞിട്ട് എനിക്ക് പേടിയാവുകയാണ്, നമ്മുടെ കടയ്ക്ക് നേരെയൊക്കെ കല്ലെറിഞ്ഞിട്ടുണ്ട്, കടയൊക്കെ ആകെ തകർത്തിട്ടേക്കാണ്, ഷോപ്പൊന്നും തുറക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ന്യൂസൊക്കെ വരുന്നത് ചേച്ചി കാണുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ കാണണം, ഇനിയിപ്പോൾ അവളുടെ ചാട സഹിക്കണമല്ലോ എന്നൊക്കെ പറയാം കേട്ടോ, തൽക്കാലം നമുക്ക് വേറെ വഴിയൊന്നുമില്ല, പിന്നെ അലീന ചേച്ചിയല്ലേ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസുകാർ അലീനയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, എന്താണ് കാര്യം എന്ന് അലീന അന്വേഷിക്കുമ്പോൾ, എന്തിനാണ് എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് അന്വേഷിക്കുമ്പോൾ, ഞങ്ങൾ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു എന്ന് പറയാട്ടോ. അപ്പോൾ എന്താ സാർ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇവർ ഇതേപോലെ മയക്കുമരുന്ന് നൽകി ഈ അലീന എന്ന് പറഞ്ഞ നിന്നെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഇല്ല സാർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അലീന പറയുകയാണ്. ഇവർ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട്, കിട്ടേണ്ടത് നല്ല രീതിയിൽ കിട്ടിയപ്പോഴാണ് അവർ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇല്ല സാർ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, പിന്നെ എന്തിനാണ് തൻ്റെ വയറ്റിൽ കത്രിക കൊണ്ട് കുത്തിക്കയറി ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയത് എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ അവിടെ കർട്ടൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ സംഭവിച്ചു പോയ ഒരു കാര്യമാണ് സാർ എന്ന് വീണ്ടും അലീന പറയാണ്. അലീന താൻ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ കേസിന് ഒന്നുകൂടി ബലം കൂടത്തേ ഉള്ളൂ തൻ്റെ പരാതി കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിലും ഇവരൊന്നും പുറം ലോകം കാണാൻ പോകുന്നില്ല, അത്രയും പൈശാചികമായ പ്രവൃത്തിയാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് താൻ ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുന്നത്, ഉള്ള സത്യം പറഞ്ഞൊരു പരാതി എഴുതി തന്നാൽ കേസിന് ബലം കൂടത്തേ ഉള്ളൂ, ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ രക്ഷിക്കാനായിട്ട് താൻ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരെ രക്ഷിക്കാൻ നോക്കുന്നതല്ല സാർ, അതുകൊണ്ട് എനിക്ക് പരാതിയില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെ പറയണം. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇവർ തന്നെയാണ്, ഇവർ ഞങ്ങളോട് തുറന്ന് സമ്മതിച്ചതാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ശരിയാണ് സാർ അങ്ങനെ സംഭവിച്ചു, പക്ഷെ അത് അന്നേ തീർന്നു പോയതാണ്, അത് ഞാൻ വിട്ട കേസാണ്, എനിക്കതിനെ പറ്റി ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, താനൊരു പരാതി എഴുതി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന, ഇല്ല സാർ എനിക്കത് പറ്റത്തില്ല, ഞാൻ പരാതി നൽകില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ താൻ പരാതി തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി, അതുവരെ താൻ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് പോലീസ് അലീനയെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അതേസമയം രോഹിത് ആണെങ്കിൽ അലീനയെ കണ്ടപ്പോൾ ആകെ വിഷമിച്ചിട്ട് ഇങ്ങനെ അലീനയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടും രൂക്ഷമായിട്ട് തന്നെയാണ് അലീന അവരെ നോക്കുന്നത്. അപ്പോൾ ഹരിയെ കാണുമ്പോഴേക്ക് അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ
അലീനയെ അവിടെ പിടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അലീനയെ കൊണ്ടുപോയിട്ട് തിരിച്ച് കാണാത്തത് കണ്ടിട്ട് കൃഷ്ണയ്ക്കും പവിതയ്ക്കും ആകെ ടെൻഷനാവാണ്. പവിതയ്ക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല, കൃഷ്ണയ്ക്കുണ്ട്. കൃഷ്ണ പവിതയോട് വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അലീന ചേച്ചിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയേക്കല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക്, എങ്ങനെയെങ്കിലും അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ. അലീന ചേച്ചി ഇങ്ങോട്ട് നിൻ്റെ അലീന ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമല്ല നമ്മൾ ആലോചിക്കേണ്ടത്, രോഹിത്തേട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ചേച്ചി എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്, രോഹിത്തേട്ടൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് തല കുനിച്ച് അവരുടെ കൂടെ പോവേണ്ടി വന്നത് എന്ന് പറയണം. അതൊക്കെ ഒരു ട്രാപ്പാണ്. ഹരി ഒരു പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, ഒരു പക്ഷേ അല്ല തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുകയാണ് രോഹിത് ചെയ്യുന്നത് എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. പിന്നീട് കൃഷ്ണയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ ഫോണൊക്കെ എടുത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് അലീനയുടെ ഫോൺ എടുക്കുകയാണ്. അതിൽ നിന്ന് രേവതിക്കുട്ടീൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുക്കുന്നത് ഗ്രേസമ്മ കേട്ടോ. ഗ്രേസമ്മ ഫോൺ എടുക്കുമ്പോൾ, മോളെ അലീന എന്തൊക്കെയാണ് കേൾക്കുന്നത്, ആ രോഹിത് എന്ന് പറയുന്നത് അവിടുത്തെ നിൻ്റെ അനുജനല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ആൻറ്റി ഇത് ഞാനാണ്, കൃഷ്ണയാണ്. ആ മോളെ നീയാണോ അലീന എന്തെന്ന് ചോദിക്കുമ്പോൾ, അത് ആൻറ്റി ഇവിടെ ആകെ പ്രശ്നമാണ്, കുറച്ചൊക്കെ ഞാൻ ന്യൂസിൽ അറിഞ്ഞു, രേവതിക്കുട്ടി ഇവിടെ ആകെ തകർന്നിരിക്കുകയാണ്, ഫോൺ പോലും എടുക്കാൻ പറ്റുന്നില്ല, ചേച്ചിയോട് എന്ത് സംസാരിക്കണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അത് ആൻറ്റി അലീന ചേച്ചിയെ പോലീസ് കൊണ്ടുപോയി, ഇതുവരെ വിട്ടയച്ചിട്ടില്ല എന്ന് പറയണം. അലീനയെ പോലീസ് കൊണ്ടുപോയെന്ന് എന്തിനാണെന്നൊന്നും അറിയില്ല ആൻറ്റി, എത്രയും പെട്ടെന്ന് അലീന ചേച്ചിയെ ഒന്ന് രക്ഷിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി വന്ന് ഫോൺ വാങ്ങുന്നുണ്ട്. കൃഷ്ണ എന്താ സംഭവിച്ചത്, അലീന ചേച്ചിക്ക് എന്ത് പറ്റി, എന്താണെന്നൊന്നും അറിയത്തില്ല, അലീന ചേച്ചിയെ പോലീസ് കൊണ്ടുപോയേക്കാണ്, കുറേ നേരമായി, ഇത്രയും രാത്രിയായി പോകും, അലീന ചേച്ചിയെ വിട്ടയച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ രവതിക്കുട്ടി ആകെ തകർന്നു പോവുകയാണ്. ഇനിയിപ്പോൾ അങ്കിളെ ഒന്ന് രക്ഷിക്കുമോ എൻ്റെ അലീന ചേച്ചിയെ, അലീന ചേച്ചിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഇത് ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ കേസാണ്, ഇതിലൊക്കെ നമ്മൾ ഇടപെടണോ എന്ന് ചോദിക്കുമ്പോൾ, അങ്കിളെ പ്ലീസ്, എൻ്റെ ചേച്ചിയല്ലേ, എൻ്റെ ചേച്ചിക്ക് വേറെ ആരുമില്ല, വേറെ ആരുടെ കാര്യമൊന്നോ അങ്കിള് നോക്കണ്ട, ചേച്ചിയെ മാത്രം ഒന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ കൃഷ്ണയോട് പറയുന്നുണ്ട്, മോള് മനുവിനെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ആൻറ്റി ഞാൻ വിളിച്ചോളാം, മനുവേട്ടനും ആകെ തകർന്നിരിക്കുകയാണ് ന്യൂസൊക്കെ കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മോള് വേഗം മനുവിനെ വിളിച്ച് കാര്യം പറ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. കൃഷ്ണ അത് കേട്ടപ്പോൾ മനു ആകെ ടെൻഷനാവുകയാണ്. എപ്പോഴാണ് അലീനയെ അവർ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇരുട്ടുന്നതിന് മുൻപ് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയണം. ഇത്രയും നേരമായിട്ടും കാണുന്നില്ല, അവർ പറഞ്ഞയച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മനുവിനും ടെൻഷനാവാണ്. മോളെ നീ വിഷമിക്കേണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനു പറയണം. അങ്ങനെ മനു ഫോൺ വെക്കുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട് മനുവിനെ, മനുവേട്ട അലീന ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കും മനുവേട്ട, അലീന ചേച്ചിയെ എന്തിനാണ് അവർ പിടിച്ചുകൊണ്ട് പോയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. മോള് വിഷമിക്കേണ്ട, അലീന ചേച്ചിക്ക് ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ വെച്ചതിന് ശേഷം രേവതിക്കുട്ടി വീണ്ടും മാമച്ചായനോട് പറയുന്നുണ്ട്, അങ്കിളിന് പോലീസിലൊക്കെ പിടിപാടുണ്ടാവത്തില്ലേ, പാലായിലുള്ള ആരെയെങ്കിലും അങ്കിളിന് പരിചയം ഉണ്ടാവുമോ, ഒന്ന് വിളിച്ച് പറയാം അങ്കിളെ എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ ഇതിലൊക്കെ ഇടപെടുമ്പോൾ ആകെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയണം മാമച്ചായൻ. അതൊന്നും സാരമില്ല അങ്കിളെ, എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ പ്ലീസ് എന്നൊക്കെ പറയണം. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് ഗ്രേസമ്മയോട്, നിൻ്റെ കസിന് ഒരു ചെറുക്കനുണ്ടല്ലോ, അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു DYSPയുടെ മകളെയല്ലേ എന്ന് ചോദിക്കണം. അതെ ശരിയാണല്ലോ, എന്നാൽ നീ ഒന്ന് വിളിച്ച് പറ, ഒന്ന് സംസാരിക്കാൻ പറ, ആ വഴി നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ അങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്. തൻ്റെ അങ്കിളിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവന് പ്രേമിച്ച് കെട്ടിയത് കാരണം അവൻ്റെ ഫാമിലിയായിട്ട് അവളുടെ ഫാമിലിയായിട്ട് അത്ര രസത്തിലല്ല, അമ്മായച്ചനും മരുമകനും അത്ര രസത്തിലല്ല, എന്നാലും നീ പറഞ്ഞു നോക്ക് എന്ന് പറയണം. അങ്ങനെ ഗ്രേസമ്മ തൻ്റെ കസിനായ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനും എൻ്റെ അമ്മായച്ചനും അത്ര രസത്തിലല്ല, എന്നാലും ഗ്രേസ് ചേച്ചി വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് നോക്കാം, പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ കേസിലൊക്കെ ഇടപെടുന്നത്, ഇതൊരു ആകെ ചീഞ്ഞ കേസല്ലേ എന്ന് ചോദിക്കുമ്പോൾ, കേസ് ചീഞ്ഞതൊക്കെയാണ്, പക്ഷേ ആ പെൺകുട്ടി പാവമാണ്, എനിക്കറിയാം, എൻ്റെ മോളെപ്പോലെയാണ്, എൻ്റെ മോളായിട്ട് ഞാൻ കാണുന്ന കുട്ടിയാണ് എന്നൊക്കെ ഗ്രേസമ്മ പറയാണ്. ശരി ചേച്ചി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഇനിയിപ്പോൾ എനിക്ക് അറിയത്തില്ല ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്, ഞാനിപ്പോൾ എങ്ങനെ സാറിനെ എൻ്റെ അമ്മായച്ചനെ പോയി കാണും എന്നൊക്കെ പറയുമ്പോൾ
ഞാൻ ഒരാളെ കൂടി നിൻ്റെ കൂടെ പറഞ്ഞയക്കാം, ആ വീട്ടിലെ പയ്യൻ തന്നെയാണ്, ആ വീട്ടിലെ പയ്യനല്ലേ കൂട്ടത്തിൽ പിടിച്ചേക്കുന്നത്, അതല്ല വേറൊരുത്തനുണ്ട്, അപ്പോൾ ഈ ആൾ അതുപോലെയൊക്കെ തന്നെ ആവില്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, മനുശങ്കർ എന്നാണ് പേര്, ആൾ പക്ക ഡീസൻ്റാണ്, യാതൊരു മോശം പ്രവൃത്തി ഇല്ലാത്ത ആളാണ്, അയാൾ നിന്നെ വന്ന് കാണും, അവരെ ആ ബോയ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ രക്ഷിക്കാനല്ല, അലീനയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ആ ശരി ചേച്ചി എന്നാൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അതേസമയം മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മനുവും അയാളും കൂടി പോയിട്ട് DYSPയെ കാണുകയും അലീനയെ രക്ഷിക്കാനായിട്ട് കേണ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയെ പറഞ്ഞയക്കാമെന്ന് പറയണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ അറിയില്ല അലീനയെ, ആ പെൺകുട്ടി അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന കാര്യം ഞാൻ അറിയില്ല എന്ന് പറയണം. എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതേസമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഭയങ്കര മോശം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ SI ഉണ്ടല്ലോ, SI ആകെ ഒരു വഷളനാണ്. SI ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെ കിട്ടിയപ്പോൾ അവളെ ഏതായാലും ഹോസ്പിറ്റൽ അല്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയേക്കല്ലേ, അത് കാരണം അയാൾ ഇങ്ങനെ ഒരു പോലീസ് വേഷമൊക്കെ മാറ്റി സാധാ ഒരു വേഷത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് ആ വനിതാ പോലീസിനോട് പറയുന്നുണ്ട് അവളുടെ മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോയി എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് എന്ന് പറയണം. അപ്പോൾ ആ വനിതാ പോലീസ് ഒരു സംശയത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്, താനും കൂടി വാ എന്നൊക്കെ പറയണം. അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് അലീനയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് നീ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ആ വനിതാ പോലീസിനെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ വനിതാ പോലീസ് താഴേക്ക് പോവുകയാണ്. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ പെൺകുട്ടിയോട് ഇയാളിങ്ങനെ കാണിക്കുന്നതൊന്നും. അങ്ങനെ അലീനയോട് ചോദ്യം ചെയ്യാനെന്ന രീതിയിൽ ഇങ്ങനെ അയാൾ മുന്നിലോട്ട് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സാർ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, താഴെ വെച്ച് ചോദ്യം ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെന്താടി നിനക്ക് രസിച്ചില്ലേ, ഇവിടെ വന്ന് ചോദ്യം ചെയ്താൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ്. സാർ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്, സാർ എത്ര നേരം എന്നെ പിടിച്ചു വെച്ചാലും എനിക്ക് യാതൊരു പരാതി ഉണ്ടാവാൻ പോകുന്നില്ല, സാർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അലീന പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം, നീ ഒന്ന് ക്ഷമിക്ക് എന്ന് പറയുന്നുണ്ട്. നീ അവിടെ ജോലിക്ക് വന്നിട്ട് എത്ര നാളായിടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളെങ്ങനെ അലീന ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് ഒരു വഷളൻ ചിരിയിലാണ് ഇയാൾ ചോദിക്കുന്നതൊക്കെ. അതൊന്നും അലീനയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സാർ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ അല്ല നീ കുറേ നാളായി അവിടെ വന്നിട്ട് അവിടുത്തെ മുതലാളിമാരും യജമാനന്മാരൊക്കെ എങ്ങനെയാണ് നിന്നോട് ബിഹേവ് ചെയ്യുന്നത്, ആ പയ്യന്മാരായിട്ട് നീ നല്ല സെറ്റപ്പിലാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ നീ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനൊക്കെ നീ കേസ് കൊടുക്കല്ലേ വേണ്ടത്, നീ അവരുമായിട്ട് ഒത്തുതീർപ്പായിട്ടുണ്ടാവുമല്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത് നീ കിട്ടാവുന്നതൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കിട്ടാവുന്ന അത്രയും പൈസയായിട്ടും പണമായിട്ടും പൊന്നായിട്ടൊക്കെ അടിച്ചു മാറ്റാമല്ലോ, അതിന് വേണ്ടിയിട്ട് നീ പിന്നെ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാർ മാന്യമായിട്ട് സംസാരിക്കണം, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന ഭാഷയിൽ നല്ല ഭാഷയിൽ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ ആരാടി എന്നെ മാന്യത പഠിപ്പിക്കാൻ, നീ ഒരു നല്ലവൾ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അലീനയെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു ലാത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അലീന ഇങ്ങനെ അവിടെ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളുടെ മുഖം പൊക്കി വെക്കുകയാണ് ആ ലാത്തി ഉപയോഗിച്ചിട്ട്. സാർ എന്തായി ചെയ്യുന്നത്, അത് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അതേടി ഞാൻ മാറ്റാൻ തന്നെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലാത്തി ഉപയോഗിച്ചിട്ട് അലീനയുടെ നെഞ്ചിലും വയറ്റിലും ഒക്കെ ഇങ്ങനെ കുത്തുക കേട്ടോ. ഒരു വഷളൻ ചിരിയോട് കൂടിയിട്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ആകെ ഭയങ്കര വൃത്തികേട്, ഭയങ്കര എന്താ പറയുക ഇറിറ്റേഷനും ഒക്കെ ആയിട്ട് തോന്നുകയാണ്. സാർ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അത് തട്ടി മാറ്റണം. നീ എന്തടി കാണിക്കുന്നത്, നിനക്ക് അവന്മാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, പിന്നെ ഞാനുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താടി കുഴപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാടി, നിനക്ക് അവർ തരുന്നതിനേക്കാൾ പണവും പൊന്നും ഒക്കെ ഞാൻ തരാം എന്നൊക്കെ പറയുമ്പോൾ സാറ് മാന്യമായിട്ട് സംസാരിക്കണം, ഞാനിവിടെ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് സാറിനെ പേടിച്ചിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ എത്ര നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാലും സാർ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്ന് അലീന ശക്തമായിട്ട് തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് DYSPയും അതുപോലെ മനുവും ഗ്രേസ് മാൻഡിയുടെ ആ കസിനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവിടേക്ക് വരുന്ന സമയത്ത് വനിതാ പോലീസിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു പെൺകുട്ടിയെ പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് സാർ, ആ പെൺകുട്ടി SI സാർ മുകളിലെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറയണം. എന്നിട്ട് താൻ എന്താ ഇവിടെ ചെയ്യുന്നത്, അവിടെ പോയി നിൽക്കാതെ എന്ന് ചോദിക്കുമ്പോൾ എന്നെ അവിടെ നിർത്തിയില്ല, എന്നോട് താഴേക്ക് പോകാൻ പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ DYSP ആണെങ്കിൽ ചാടി തുള്ളി മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് കാണുന്നത് ആ SI ആ ലാത്തി ഉപയോഗിച്ചിട്ട് അലീനയുടെ മുഖത്തും നെഞ്ചിലൊക്കെ ഇങ്ങനെ തടവിയും കൊണ്ട് നിൽക്കുന്ന
ഒരു സീനാണ്. പെട്ടെന്ന് DYSPയെ കണ്ടപ്പോൾ ആ SI ആകെ പകച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് സല്യൂട്ട് അടിക്കുകയാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, തനിക്കിപ്പോൾ ഡ്യൂട്ടി ടൈം അല്ലല്ലോ, പിന്നെ താൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് സാർ ഞാൻ ഇവളെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയാം കേട്ടോ. ഇവളെ വിളിച്ചുകൊണ്ട് വരാൻ ആര് പറഞ്ഞു? സ്ത്രീകളെ ചോദ്യം ചെയ്യാനായിട്ട് രാത്രിയിലാണ് വിളിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ച് അയാൾ ദേഷ്യപ്പെടുമ്പോൾ, സോറി സാർ, ഇവളാണെങ്കിൽ സമ്മതിക്കുന്നില്ല, അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവൾ സമ്മതിക്കുന്നില്ല, ഇവൾ പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. എന്ത് പരാതി എന്ന് ചോദിക്കുമ്പോൾ, ഇവൾക്കും അവരിങ്ങനെ മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് ഇവളെയും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഇവൾ സമ്മതിക്കുന്നില്ല എന്ന് പറയട്ടോ. അത് താനാണോ നിശ്ചയിക്കുന്നത്? അവൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് അവൾ ഈ രാത്രിയിൽ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ പകൽ വിളിച്ചു വരുത്തിയിട്ടല്ലേ ചോദിക്കേണ്ടത്, പിന്നെ താൻ എന്ത് വൃത്തികേടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ആ SIക്ക് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്, SIനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും മനുവിനെ ആ സമയത്ത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓടി ചെന്നിട്ട് മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. മനു അലീനയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. മനുവേട്ട, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇത്രയും നേരം ഇവിടെ പിടിച്ചു വെച്ചത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, സാരമില്ല മാ, പോവാം, നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ DYSP അലീനയുടെ അടുത്തേക്ക് വന്നിട്ട്, സോറി, ഇത്രയും നേരം ഇവിടെ പിടിച്ചു നിർത്തിയതിന് ക്ഷമിക്കണം, ഇനി അങ്ങനെ ഒരു തെറ്റുണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അല്ല സാർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്ന് പറയണം. അപ്പോൾ സംശയഭാവത്തോട് കൂടിയിട്ട് ആ DYSP അങ്ങോട്ട് മുഖത്തോട്ട് നോക്കുമ്പോൾ, ഈ പോലീസിന് ലാത്തി കൊടുത്തേക്കുന്നത് പെൺപിള്ളേരുടെ നെഞ്ചത്ത് കുത്തി കളിക്കാനാണോ സാർ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും DYSP ആകെ ഷോക്കാവുകയാണ്. ആ SI ആണെങ്കിൽ അപമാന ഭാരത്താൽ തല കുനിച്ച് പോവാണ്. ആ DYSP ആണെങ്കിൽ ഭയങ്കര രൂക്ഷമായിട്ട് SIനെ നോക്കുന്നുണ്ട്. അപ്പം മനു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ, അതുപോലെ ഗ്രേസ് ആൻറ്റിയുടെ ആ കസിനും ഉണ്ടല്ലോ, ഭയങ്കര ദേഷ്യത്തിൽ SIനെ നോക്കുകയാണ്. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയണം. അങ്ങനെ ആ SIനെ കൊണ്ട് അലീനയോട് മാപ്പ് പറയിക്കുന്നുണ്ട് DYSP. അങ്ങനെ പോലീസിൻ്റെ അടുത്ത് നിന്ന് അലീനയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് മനു. ആ സമയത്ത് മനുവിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയണം. പിന്നെ ഗ്രേസ് ആൻറ്റിയുടെ കസിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്, മനുവിനോടും അലീനയോടും യാത്ര പറഞ്ഞിട്ട്. അയാളാണെങ്കിൽ ഗ്രേസമ്മയെ വിളിച്ചിട്ട് അലീനയെ ഇങ്ങനെ രക്ഷിച്ച കാര്യം, അലീനയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയ കാര്യം വിളിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം മനു അലീനയും കൂട്ടിയിട്ട് കാറിൽ പോകുന്ന സമയത്ത് അലീന ഇങ്ങനെ പൊട്ടിക്കരയാണ്, മനുവേട്ടാ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, അയാൾ എന്തൊരു വൃത്തികെട്ടവനാണ്, എന്നോട് ചെയ്ത കാര്യം ആലോചിച്ച് എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ അയാളെ നോക്കി വെച്ചിട്ടുണ്ട്, അയാൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം, നീ വിഷമിക്കേണ്ട എന്ന് പറയാണ് മനു. അങ്ങനെ പോകുന്ന വഴിക്ക് അലീന ഭക്ഷണമൊന്നും കഴിക്കാത്തത് കാരണം വീട്ടിലാണെങ്കിലും ആരും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് മനു കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ അലീനയെ കണ്ടപ്പോൾ കൃഷ്ണ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി എന്ത് പറ്റി ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോളെ, കുഴപ്പമൊന്നുമില്ല, എന്നാലും ചേച്ചീനെ എന്തിനാ ഇത്രയും നേരം അവരവിടെ പിടിച്ചു വെച്ചത്, ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊരു സംശയം തീർക്കാനായിട്ട് വിളിച്ചതാ മോളെ എന്ന് പറയുന്നുണ്ട്. എന്നാലും ചേച്ചിയെ അവർ വിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയണം. സാരമില്ല, മനുവേട്ടൻ വന്നില്ലേ, എന്നെ രക്ഷിച്ചില്ലേ എന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ മനു ആ ഭക്ഷണം എടുത്തിട്ട് അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആരും ഒന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയാം. അങ്ങനെ കൃഷ്ണയാണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ബബിതയും കഴിച്ചിട്ടില്ല. അവരൊന്നും ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മനു 2 പേരെയും നിർബന്ധിച്ച് കൊണ്ടുവരുന്നുണ്ട്. അലീന ഭക്ഷണം വിളമ്പുകയാണ്. അങ്ങനെ 4 പേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തുകയാണ്. കൃഷ്ണ ആ സമയത്തൊക്കെ കരയാണ്. മനു അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ്, ബബിതയോടാണ് ഞാൻ പറയുന്നത് എന്ന് പറയാം കേട്ടോ. കാരണം അലീന ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോർട്ടായിട്ട് ഈ വീട്ടിലുള്ളത്. നിങ്ങളുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ്. അലീന പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് അലീനയെ കാണണം. നിങ്ങൾക്ക് ദോഷം വരുന്നതൊന്നും അലീന പറയുകയും ചെയ്യുകയും ഇല്ല എന്നൊക്കെ പറയണം. അപ്പോൾ ബബിതയ്ക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ബബിതയോടാണ് കൂടുതലായിട്ട് പറയുന്നത്, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അനുസരിച്ചോളാം, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയാണ്. ഇഷ്ടക്കേടൊന്നും കാണിക്കണ്ട, നിങ്ങൾക്ക് ദോഷം വരുന്നതൊന്നും അലീന പറയുകയും ചെയ്യുകയും ചെയ്യത്തില്ല എന്ന് പറയണം. അങ്ങനെ ഞാൻ പോവട്ടെ, എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്കിളിനെ കാണണം, ഇനി അടുത്ത നടപടി എന്താണെന്നൊന്ന് നോക്കണം, എന്താണ് ഇതിൻ്റെ പുറകെ തന്നെ നിന്നാലേ എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മനു അവിടെ നിന്ന് പോകുന്നുണ്ട്. അലീനയോട്
വീണ്ടും യാത്ര പറയാൻ അലീനോട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, വാതിലൊക്കെ നന്നായിട്ട് അടച്ചിട്ട് കിടക്കണം. ഇവിടെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല, ആരുമില്ല, ആണുങ്ങളൊന്നും ഇല്ല എന്ന് അറിയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തർ ഇറങ്ങി വരും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ഞാൻ ഇടയ്ക്ക് വിളിക്കാം, ഫോൺ എടുക്കണം, ഫോൺ അടുത്ത് തന്നെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനു പോവുകയാണ്. അതിനുശേഷം കാണുന്നത് ബബിത റൂമിലേക്ക് പോകുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, ബബിതെ ഒറ്റയ്ക്ക് കിടക്കണ്ട, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് കിടക്കാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ കിടക്കണം എന്ന് പറയണം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി അലീന ചേച്ചി പറയുന്നത് കേൾക്കുക, ഇപ്പോൾ നമ്മൾ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയി കിടന്നാൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഉറങ്ങിയാൽ ഒന്നും അറിയാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന് പറയുമ്പോൾ ഇത് വലിയ ശല്യമായല്ലോ എന്ന് പറയണം. അങ്ങനെ 3 പേരും കൂടിയിട്ട് ബബിതയുടെ റൂമിൽ കിടക്കാനായിട്ട് പോകുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇവിടെ കിടക്കണ്ട എന്ന് പറയണം. അങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട്, വാ ചേച്ചി നമുക്ക് എൻ്റെ റൂമിൽ കിടക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയുടെ റൂമിൽ 3 പേരും കൂടെ അന്ന് രാത്രി കഴിച്ചു കൂട്ടുകയാണ്.